بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين، ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. റമളാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഒരു റമളാൻ കൂടി ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഈ അടുത്ത റമളാനില് ആർക്കെല്ലാം ആയുസ്സുണ്ടാകും, ആരെല്ലാം ഉണ്ടാവില്ല, ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതാണ്. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പഠനം തന്നെയാണ്. റമളാനിൽ അള്ളാഹു നോമ്പ് നിയമമാക്കിയത്, ആ മാസത്തെ തെരഞ്ഞെടുത്തത് ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള മാസം എന്നതുകൊണ്ടാണ്. അത് അള്ളാഹു അങ്ങനെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അത് മാനവരാശിക്കുള്ള ഹുദയാണ്. ഹുദയുടെ വിശദീകരണങ്ങളാണ്, വിവരണങ്ങളാണ്, സത്യാസത്യങ്ങളുടെ വിവേചനങ്ങളാണ്, വേർതിരിവുകളാണ്. ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന
കലർപ്പില്ലാത്ത അള്ളാഹ് ഇറക്കി തന്നിട്ടുള്ള നുബൂവത്തിന്റെ മീറാസ് അത് ഖുർആൻ മാത്രമേ ഉള്ളൂ. നിരവധി ഗ്രന്ഥങ്ങൾ അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ അതിന്റെ അനുയായികൾ പിൽക്കാലത്ത് മാറ്റത്തിരുത്തലുകൾ വരുത്തി നശിപ്പിച്ചു. പലതും തീർത്തും നശിച്ചുപോയി. അവശേഷിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിൽ സത്യാസത്യങ്ങൾ കൂടിക്കലർന്നു കിടക്കുന്ന മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുള്ളവയേ ഉള്ളൂ. മനുഷ്യരുടെ കൈകൾ ഇടപെടാത്ത ആദി വിശുദ്ധിയിൽ നിലനിൽക്കുന്ന നുബൂവത്തിന്റെ മീറാസിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക കാര്യമാണ് ഖുർആൻ. ഇത്രയും ദീർഘമായൊരു കാലയളവ് പിന്നിട്ട് പോന്നിട്ടും ഖുർആനിൽ അങ്ങനെയുള്ള മാറ്റത്തിരുത്തലുകളോ അല്ലെങ്കിൽ ഭേദഗതികളോ കൊണ്ടുവരാൻ ആർക്കും സാധിക്കാതിരുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണ വാഗ്ദാനം കൊണ്ട് തന്നെയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതിനെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ ഹിഫ്ള് ചെയ്യും, സംരക്ഷിച്ച് നിലനിർത്തും. ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനാണ്. ആ വാഗ്ദാനമാണ് ഖുർആനിനെ അതിന്റെ ആദ്യ വിശുദ്ധിയിൽ നിലനിർത്തുന്നതും. അത് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, ആ ഖുർആനിനെ ജീവിതമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ സമയമാണിത്. മറ്റേത് സമയത്തെക്കാളും അത് തരപ്പെട്ട സമയമാണ് റമദാൻ മാസം. റമദാനിന്റെ ആദ്യ ദിവസം തന്നെ യാദൃച്ഛികമെങ്കിലും ഈ ഒരായത്ത് അല്ലെങ്കിൽ രണ്ടായത്ത് അത് വായിക്കാനും അതിന്റെ മഴന അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അത് പഠിക്കണം, അതറിയണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളുമായി അത് ചർച്ച ചെയ്യാന്നുള്ളത് അതിൽ പരം സന്തോഷകരമായ, അതിനേക്കാൾ വലിയ നിഅമത്ത് വേറെ ഇല്ല. ഒരു ചെറിയ തൗഫീഖ് അല്ലത്. ആലോചിച്ച് നോക്കൂടെ, ഇന്ത്യയിലാണെങ്കിൽ നമ്മളെ കേരളത്തിലാണെങ്കിൽ എന്ന് നോമ്പില്ല, ഇവിടെ ആർക്കും നോമ്പില്ല. ഇനി വേറെ 4-5 ആളുകൾക്ക് നോമ്പുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ ആ നോമ്പ് എടുക്കണമെന്ന തീരുമാനത്തിൽ എത്തിപ്പെട്ടവരാണ്. അല്ല, അവര് തീരുമാനമെടുത്ത രീതി എങ്ങനെയാണെങ്കിലും നോമ്പ് എടുക്കണം എന്നിടത്തെത്തിയല്ലോ എന്ന് പറയരുത്. അത് വലിയൊരു അബദ്ധാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ലാത്തൊരു കാര്യമാണത്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഓഡിയൻസ് ഒരുപോലെ ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. സത്യത്തിന്റെ ആളുകൾ, അഹ്ലുൽ ഹഖ്, അഹ്ലുസുന്ന, സത്യത്തിന്റെ ആളുകൾ, സുന്നത്തിന്റെ ആളുകൾ, അവരവലംബിക്കുന്ന മൻഹജുൽ ഹഖ്, സത്യത്തിന്റെ രീതികളാണ്. അതിൽ വളരെ പ്രധാനമാണ് നമ്മൾ മതപരമായ ദീനിയായ ഒരു കാര്യം എങ്ങനെയാണ് ഇസ്തിദ്ലാൽ നടത്തുന്നത്, ആ തീരുമാനത്തിലേക്ക്, ഹുക്മിലേക്ക് എത്തുന്നത് എന്നുള്ളത്. ഹുക്മ് ശരിയാകുന്നത് പോലെ മതപരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അത് ശരിയാവണം എന്നതുപോലെ ആ വിധി കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രീതി, ഇസ്തിദ്ലാൽ ശരിയാവണം എന്നുള്ളത് വളരെ പ്രധാനമാണ്.
ഇമാം ബുഖാരിയുടെ ഷെയ്ഖായിരുന്ന മക്കി ഇബ്നു ഇബ്രാഹിം പോലെയുള്ള ആളുകൾ അവര് ആദ്യകാലത്ത് ബുദ്ധിക്കും യുക്തിക്കും മുൻഗണന കൽപ്പിക്കുകയും യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ താർക്കികമായ സമർത്ഥന രീതിയിലൂടെ മതപരമായ തീരുമാനത്തിൽ എത്തിപ്പെടുകയും ചെയ്തിരുന്ന ഇൽമുൽ കലാമിന്റെ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് അഹ്ലുസുന്ന കൈക്കൊള്ളുന്ന അതേ ഹുക്മില് അതേ തീരുമാനത്തിൽ എത്തുന്നുവെങ്കിലും അവരെ തീർത്തും തള്ളി പറയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഉത്തരം ശരിയായാൽ മാത്രം പോരാ, ഉത്തരം കണ്ടെത്താൻ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ കൂടി ശരിയാണ്. ഉത്തരം കണ്ടെത്താൻ അവലംബിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ കൂടി ശരിയാവണം. അതല്ലാതെ സ്റ്റെപ്പുകൾ തെറ്റിച്ചിട്ടുള്ള ആളുകളെ അവർക്കെതിരിൽ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാനാണ് മക്കി ഇബ്നു ഇബ്രാഹിമിനെ പോലെയുള്ള ചിലപ്പോ അവർ കൈക്കൊണ്ടിട്ടുള്ള ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവര് ഹക്കിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി പുറത്തുപോയി എന്ന വിധികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി കണ്ട് നോമ്പ് നോറ്റവനും കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അത് ലോകത്തെവിടെ കണ്ടാലും സ്വീകരിക്കാം, പക്ഷെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാവണം. ആ കണ്ട ആളുടെ സാക്ഷ്യം ഒരു ഭരണാധികാരി പരിശോധിച്ച് ഉറപ്പുവരുത്തി പ്രഖ്യാപിക്കണം എന്ന ദീനിന്റെ ശരിയായ വഴി അംഗീകരിക്കുകയും ചെയ്താൽ അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. കാരണം ഇതെല്ലാം റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടോ ഇല്ലേ, ഇതാണല്ലോ പ്രശ്നം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. റസൂലുള്ളാഹിന്റെ സുന്നത്തില് കണക്ക് കൂട്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന രീതിയില്ല. അവിടുന്ന് നോറ്റ നോമ്പുകളും ആഘോഷിച്ച പെരുന്നാളുകളും എല്ലാം തന്നെ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അവിടുന്ന് ഈ വിഷയം തീരുമാനമെടുക്കേണ്ടത് കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയാകണം. സൂമൂലി റുയത്തിഹി വഫ്തിറൂലി റുയത്തിഹി എന്നത് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പഠിപ്പിച്ചതാണ്, കൽപ്പിച്ചതാണ്. അവിടുത്തെ ഖുലഫാക്കളും സച്ചരിതരായിട്ടുള്ള സഹാബത്തും പിന്നീട് വന്നിട്ടുള്ള ഉത്തമരായ തലമുറക്കാരും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ആ മാർഗം പിന്തുടരുക എന്നതിലാണ്, അല്ലാണ്ട് ഒരു ദിവസം ശരിയാവുക എന്നുള്ളതിൽ മാത്രമല്ല കാര്യം. ദിവസം ഈ വർഷം റമദാൻ മാസം തുടങ്ങുന്നത് ശനിയാഴ്ചയാണ് എന്നതാണ് ശരിയായി കിട്ടിയാൽ പോരാ. മറിച്ച് ഈ വർഷം റമദാൻ തുടങ്ങുന്നത് ഈ ശനിയാഴ്ചയാണ് എന്നതിന് ആ തീരുമാനത്തിൽ നമ്മൾ എത്തുന്നത് റസൂലുള്ളാഹിന്റെ വഴിയിലൂടെയാണ്, അവിടുന്ന് പറഞ്ഞ വഴിയിലൂടെയാണ്, അവിടുന്ന് ചെയ്തു കാണിച്ച വഴിയിലൂടെയാണ്. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അവർ കാണിച്ചു തന്നിട്ടുള്ള അവരുടെ ചര്യയിലൂടെയാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ മാർഗത്തിലൂടെയാണ്. ഉത്തമരായ തലമുറക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള അൽ ഖുറൂൻ സലാസ അൽ മുഫദ്ദല അൽ മശ്ഹൂദു ലഹാ ബിൽ ഖൈരിയ്യ, അവര് മുന്നേ നടന്നു പോയിട്ടുള്ള മാർഗത്തിലൂടെയാണ്. അതിനാണ് പ്രാധാന്യം. അപ്പൊ അത് ഇവിടെ കേരളത്തിലെ ചെയ്തിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ അന്ന്, നിങ്ങളല്ലാതെ വേറെ ഈ ഭൂമിക്കുമീതെ ആരും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അത്രയും ഉർബത്താണ്. ആരുമില്ല, ഇവിടെ ആരുമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ദീനിന്റെ ഒരു ഹുക്മ് കണ്ടെത്താൻ
നമ്മൾ ഉപയോഗിക്കുന്ന വഴി റസൂലുള്ള വാക്കാലും പ്രവർത്തനത്താലും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള അതേ വഴി തന്നെ ആവണം. അതിനാണ് പ്രാധാന്യം. അതിനാണ് പ്രാധാന്യം. ആ ദിവസം യാദൃശ്ചികമായി ഒത്തുവന്നാൽ മാത്രം പോരാ. ആ അടിസ്ഥാനത്തില് സുന്നത്ത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ഇന്നില്ല, ലോകത്തില്ലാതായി. അത് ഇസ്ലാമിന്റെ ഉർബത്ത് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അപ്പോ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ ഒരു പോയിന്റ് നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. കാരണം പല ആളുകളും ചോദിക്കും, അവരും അങ്ങനെ ചെയ്തിട്ടില്ലേ? അപ്പൊ അതിലെന്താ വ്യത്യാസം? അതിൽ വ്യത്യാസമുണ്ട്. തട്ടിത്തടഞ്ഞ് വീണത് ചെമ്പിന്റെ ഉള്ളിക്കാണെന്ന് മാത്രം. അതുകൊണ്ട് ആയില്ലല്ലോ. നമുക്ക് എങ്ങനെങ്കിലും ആ ദിവസം ഒത്തു കിട്ടിയാ പോരാ. ആ ദിവസം ഒത്തു കിട്ടിയ വഴി, ആ വഴി റസൂലുള്ളാന്റെ വഴി പിന്തുടരുന്നുണ്ടോ എന്നതിനാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചിട്ടുള്ള ആയത്ത്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കി തന്നിട്ടുള്ളതാണ്, അത് ഹക്കുമായിട്ട്. അതിനാൽ ഫഅബ്ദുല്ലാഹ്, ഈ ഗ്രന്ഥം ഇറക്കി തന്നിട്ടുള്ളത് ഹക്കുമായിട്ടാണ്. അതിന്റെ അടിസ്ഥാന ലക്ഷ്യം മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവുമായി ഒത്തുപോകുന്ന കാര്യമാണ്. മനുഷ്യന്റെ ജീവിത ദൗത്യവുമായി ചേർന്ന് പോകുന്ന കാര്യമാണ്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യുക, മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുക. ആ ഇബാദത്ത് അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ അതിൽ ഇഖ്ലാസ് ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീന് അവന് മാത്രമാക്കിക്കൊണ്ട്. അഖ്ലസ യുഖ്ലിസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ അഫ്റദ യുഫ്രിദു, തനി ഒരു കാര്യം അതിൽപ്പെടാത്ത ഒന്നും യാതൊരു തരത്തിലുള്ള കളങ്കമോ മായമോ ഒന്നും ചേരാതെ അത് മാത്രമാക്കി തീർക്കുന്നതാണ് ഇഖ്ലാസ്. അപ്പോൾ ഇബാദത്തിൽ ഇഖ്ലാസ് വരുത്തി എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം, മറ്റാർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞതിന് പുറമെ ഇഖ്ലാസിന്റെ വിശുദ്ധിക്ക്, അതിന്റെ പരിശുദ്ധിക്ക് കുറവ് വരുത്തുന്ന, ഊനം തട്ടിക്കുന്ന, ഭംഗം വരുത്തുന്ന യാതൊരു തരത്തിലുള്ള കളങ്കങ്ങളോ കലവറകളോ മായങ്ങളോ ഒന്നും അതിലേക്ക് ചേരാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോ അതിന്റെ പൂർണ്ണത ദീൻ മുഴുവനും അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കണം. അള്ളാഹ്ക്ക് ദീൻ എന്ന നിലക്ക് നമ്മൾ അനുവർത്തിക്കുന്ന അത് മനസ്സുകൊണ്ടുള്ള വിശ്വാസപരമായ കാര്യമാകട്ടെ, നാവുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാകട്ടെ, ശരീരാവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റു പ്രവൃത്തികളാകട്ടെ, എന്തുമാകട്ടെ, അത് അള്ളാഹ്ക്ക് മാത്രമാകണം, വേറെ ആർക്കും ആവരുത് എന്ന് മാത്രമല്ല, അതില് ആ ദീനിന്, അതിന്റെ വിശുദ്ധിക്ക് ഊനം തട്ടിക്കുന്ന, ഭംഗം വരുത്തുന്ന, വിഘ്നം വരുത്തുന്ന എന്തെങ്കിലും ഒരു കലർപ്പ് അതിലുണ്ടാവരുത്. ദീൻ മുഴുവനും അള്ളാഹ്ക്ക് മാത്രമാവണം. മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇത് വളരെ തൗഹീദിന്റെ ഒരു പൂർണ്ണ രൂപാണത്.
തൗഹീദിന്റെ ഒരു പൂർണ്ണ രൂപമാണ്. ഇഖ്ലാസ് പറയുന്നതോടുകൂടി സുവരിയായ ശിർക്കുകളും ശിർക്കുൻ അസ്ഗർ ഒഴിവാകുന്നത് പോലെ സുവരിയായിട്ടുള്ളത്, ലഫ്ളിയായിട്ടുള്ളത്, അതുപോലെ തന്നെ മറ്റ് ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന മറ്റ് ഘടകങ്ങൾ പലതുണ്ട്. അതിനെ മുഴുവനും നമ്മൾ ഒഴിവാക്കി. അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ദീൻ എന്ന് പറയുന്ന ഏതാണ്? ഇബാദത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ദീൻ എന്ന് അവിടെ പറഞ്ഞത്, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദീനിന്റെ അർത്ഥം. സാധാരണ ദീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കൊടുക്കുക എങ്ങനെയാണ്? ഞാനിവിടെ എഴുതുന്നുണ്ട്. മാ നദീനുല്ലാഹ ബിഹി, മാ നദീനുല്ലാഹ ബിഹി. ഒന്നുകിൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ് ഉലമാക്കള് മുഹഖിഖീങ്ങൾ പറയാം, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നാം സമർപ്പിക്കുന്ന ഏതൊരു കാര്യവും ദീനാണ്. ദാനയദീനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീഴ്പ്പെടുക എന്നാണ്. അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ത്വാഅത്തുകൾക്കുമാണ് ദീൻ എന്ന് പറയുന്നത്. ദാനയദീനു എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു എന്നാണ്, വഴിപ്പെട്ടു എന്നാണ്. ഏതൊന്ന് ചെയ്തുകൊണ്ടാണോ നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നത് അത് എല്ലാം ദീനാണ്. അപ്പൊ അത് മനസ്സുകൊണ്ടുള്ള പ്രവർത്തനം അതിൽ പെടും, മനോവ്യാപാരങ്ങൾ, നാവ് കൊണ്ടുള്ള നമ്മുടെ വാക്കുകൾ അതിൽ പെടും, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പെടും, നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പെടും, എല്ലാം അതിലുൾപ്പെടും. അള്ളാഹ്ക്ക് വഴിപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം, അതല്ലെങ്കിൽ ദീൻ എന്നതിന് ഉലമാക്കൾ കൊടുക്കുന്ന അർത്ഥം മാ യുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, മാ യുദാനു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഹാജരാക്കപ്പെടുമ്പോൾ, വിചാരണക്ക് വിധേയമാക്കപ്പെടുമ്പോൾ, ഒരു അടിയനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്ക് പറയുന്ന ഒരു അടിയനെ റെസ്പോൺസിബിൾ ആക്കി തീർക്കുന്ന, ഇതെന്തിന് നീ ചെയ്തു, ഇതെന്തുകൊണ്ട് നീ ചെയ്തില്ല എന്ന് ഒരു അടിമയുടെ മേൽ ചുമത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളുമാണ്. ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ മേൽ ചുമത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ദീനാണ്. ദീൻ എന്നതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഏറ്റവും സുഖകരമായിട്ടുള്ള നിർവചനം ഇതാണ്. ഇത് ഉലമാക്കള് ആവർത്തിക്കുന്ന പല സ്ഥലങ്ങളിലും. ഈ രണ്ട് രൂപത്തിലും അതിന് അവർ പറയും. ചിലപ്പോ പറയും മാ നദീനുല്ലാഹ ബിഹി, അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് ദീന്. അത് ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ളതും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതുമായ നമ്മുടെ ആംഗിളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതിനെ നിർവചിക്കാവുന്ന നിർവചനം അങ്ങനെയാണെന്നാ പറയാം. ഇനി രണ്ടാമത്തേത് ഈ ദുനിയാവിൽ വെച്ചിട്ടല്ല, പരലോകത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ അതിലേക്ക് വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അതിനെ നമ്മൾ പറയുമ്പോ എങ്ങനെയാണ് പറയാ? മാ യുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അത് ഇവിടെയല്ല. ഒരടിയാനോട് അവന്റെ മേൽ ചുമത്തപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, എന്തുകൊണ്ട് നീ ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ദീനിന്റെ പരിധിയിൽ വന്നു. എന്തുകൊണ്ട് നീ ചെയ്തില്ല എന്ന് അവനോട് ചോദിക്കുന്നുവെങ്കിൽ അത് ദീനിന്റെ പരിധിയിൽപ്പെട്ടു. ഇങ്ങനെ അവനുമേൽ ചുമത്തപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെയാണ് ദീൻ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച രൂപത്തിൽ മാത്രമായിരിക്കണം. അത് അവനല്ലാതെ വേറെ ആർക്കും അതിൽ നിന്നൊരു അംശം സമർപ്പിക്കാൻ പാടില്ല.
അത് അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള കലർപ്പുകൾ, മായങ്ങൾ, കലവറകൾ ഒന്നും അതിൽ ചേരാൻ പാടില്ല. അത് അപ്പോഴാണ് അത് ഇഖ്ലാസ് ഉള്ളതായി തീരുക. ദീനിനെങ്ങനെ ഇഖ്ലാസോട് കൂടി അള്ളാഹ്ക്കാക്കി തീർക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അള്ളാഹ് ഇത്രയും വലിയൊരു സംഗതി നിങ്ങൾക്ക് ഇറക്കി തന്നിട്ട് ഖുർആനിനെ പോലെ ഒന്ന് ഇനി ഈ ഭൂലോകത്ത് നിലനിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിനെ പോലെ ഒരു ഗ്രന്ഥം ഇതിന്റെ മുൻകാലത്തും ഇറങ്ങിയിട്ടില്ല, ഇനിയോട്ട് ഇറങ്ങാനുമില്ല. അത് ഏതെങ്കിലും സൃഷ്ടികൾ അവരുണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ അള്ളാഹു തന്നെ സൃഷ്ടിച്ചതുമല്ല. അത് അള്ളാഹുവിന്റെ വചനമാണ്, അവന്റെ കലാമാണ്, അത് മുനസ്സലാണ്, ഗൈറു മഖ്ലൂഖാണ്, അവനിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അത് ശബ്ദത്തോടുകൂടിയും ലിപിയോടുകൂടിയിട്ടും അള്ളാഹു വചിച്ചിട്ടുള്ള അവന്റെ കലാമാണ്. തകല്ലമ അല്ലാഹു ബിഹി സ്വൗതൻ വഹർഫൻ മിൻഹു ബദഅ വഇലൈഹി യഊദ്. അതാണ് സത്യം. അത്രയും വലിയ ഒരു നിഅമത്ത് മനുഷ്യൻ അള്ളാഹ് ഇറക്കി കൊടുത്തത് എന്ത് മുൻനിർത്തിയിട്ടാണ്? അവനെ ഈ ഭൂലോകത്ത് അള്ളാഹു അധിവസിപ്പിച്ചതിന്റെ ലക്ഷ്യം ശരിയായ വിധത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ദൗത്യവും എന്തെന്ന് ചോദിച്ചാൽ ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ആ കാര്യം അവൻ ചെയ്യുമ്പോ അത് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിൽ ചെയ്യണം. അത് ഇഖ്ലാസോടുകൂടി ചെയ്യണം. ഇഖ്ലാസോടുകൂടി നിങ്ങൾ ചെയ്യാന്ന് പറയുമ്പോ ഏതെല്ലാം കാര്യങ്ങളിൽ വേണം? ദീനായിട്ട് അള്ളാഹ്ക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും അത് പാലിച്ചോളണം. പരലോകത്ത് വെച്ച് നിങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ ആ വിഷയത്തിലൊക്കെ ഈ ഇഖ്ലാസും തൗഹീദും ഇഖ്ലാസും നിങ്ങൾക്ക് നിർബന്ധമാണ്. ആ വാക്കുകളുടെ അത് എൻകംപാസ് ചെയ്യുന്ന ആശയങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിത് പാരായണം ചെയ്യുമ്പോൾ അത്രത്തോളൊന്നും ആരുടെയും മനസ്സങ്ങോട്ട് എത്തലില്ല. പക്ഷെ അതൊക്കെ എത്തണം. എന്റെ വിനീതമായൊരു അപേക്ഷ, എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഒരു 10-20ഓളം ആളുകളുണ്ട്. 20 പേര് കാണിക്കുന്നുണ്ട്. 20 പേര് മനപ്പാടാക്കിയില്ലെങ്കിലും അതിന്റെ ഒരു 1/3 ആളുകളെങ്കിലും അല്ലെങ്കിൽ 4/1 ആളുകളെങ്കിലും ഈ സൂറത്ത് മനപ്പാടമാക്കിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ്. ഇതിപ്പോ ഒരു റമളാൻ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി ദിവസങ്ങൾ നമുക്ക് ഇരിക്കാമെന്ന് എല്ലാവർക്കും അഭിപ്രായം വരികയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 വരെ ആക്കാം. ഞാൻ ഒരുക്കാണ്. കാരണം എനിക്കും കൂടി ഇത് പഠിച്ച സംഗതികളൊന്ന് മുദാക്കറ നടത്താനുള്ള അവസരമാണ്. അത് വായിക്കുമ്പോൾ അത് പറയുമ്പോൾ എന്റെ മനസ്സും കുറച്ചും കൂടി ഒന്ന് നിർമ്മലമായി തീരുന്നുണ്ട്. അത് എനിക്കും കൂടി എന്റെ മനസ്സിലൊരു വെളിച്ചമായിട്ട് അത് കത്തി നിൽക്കുന്നുണ്ട്. അതിനോടുള്ള എന്റെ ആ പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും അതൊന്നുകൂടി തെളിയിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും അത് ഉപകരിക്കും. അപ്പൊ ആഴ്ചയിൽ നമുക്ക് വല്ല കാരണവശാലും 2 ഒരു ദിവസം എന്നുള്ളത് 2-3 ദിവസം ആക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഒരുക്കാണ്. കാരണം റമളാനിൽ വേറൊന്നും ചെയ്യാല്ല, തന്നെ ചെയ്യാനുള്ളത് ഇതൊക്കെ തന്നെയാണ്, ബാക്കിയാകുള്ളൂ. അപ്പൊ അത് ചെയ്യാം. അത് ആലോചിച്ച് നോക്കി അങ്ങനെ നമുക്ക് തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർന്നു കഴിയുമ്പോൾ ഈ അധ്യായം ഹിഫ്ളൻ അതിന്റെ ലഫ്ളുകൾ നമുക്ക് മനപ്പാടാക്കാനും നിസ്കാരത്തിൽ ഓതാനും പറ്റണം. എല്ലാവർക്കും ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല, കുറച്ച് ആളുകളെങ്കിലും. 2, അതിന്റെ മഅന, അതിന്റെ അൽഫാദുകളുടെ മഅന നമുക്ക് കിട്ടണം. 3-മത്തേത് ആ വാചകങ്ങളിൽ വന്നിട്ടുള്ള ആശയങ്ങൾ അത് നമുക്ക് ഇഹ്സാ ചെയ്യാൻ സാധ്യമല്ല. എന്നിരുന്നാലും മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് അല്ലാമത്തു സഅദി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആശയങ്ങൾ, അത് ആശയങ്ങളുടെ അടരുകൾ ഓരോന്നോരോന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം.
ഈ 3 പുറമെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി എക്സർസൈസ് ചെയ്യണം. അത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി അഭ്യസിക്കുക കൂടി ചെയ്യണം. അങ്ങനെ സാധിക്കുന്ന ആളുകൾ അവര് ഈ ഗ്രൂപ്പിൽ അതിനുള്ളൊരു സന്നദ്ധത പറഞ്ഞാൽ ആ ഹിഫ്ള് ആണെങ്കിൽ പരിശോധിക്കാനും ഞാൻ ഒരുക്കാണ്. ഏതാണെങ്കിലും നോക്കൂ, ഈ ഖുർആൻ നമുക്ക് ഇറക്കി തന്നാൽ അത്രയും വലിയൊരു നിഅമത്തായതുകൊണ്ട് തന്നെ അതിനനുഗുണമായിട്ടുള്ള ശുക്റും നമുക്ക് നിർബന്ധമാണ്. അതിന് അനുഗുണമായി അതിന് പ്രൊപ്പോർഷണലായിട്ട് നിലനിൽക്കുന്ന ശുക്ർ എന്താണ്? അത് ഇബാദത്തുല്ലാഹി വഹദ ലാ ശരീക ലഹ്. ആ ഇബാദത്ത് എങ്ങനെയാണ്? അത് അവൻ സ്വീകരിക്കുന്നത് കലർപ്പില്ലാത്തത് മാത്രമാണ്. കലർപ്പുള്ളത് അള്ളാഹ് ഒഴിവാക്കും. കലർപ്പില്ലാത്ത വിധമാണ്. കലർപ്പില്ലാത്ത വിധം അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെല്ലാം വിഷയം അതിൽ പെടും? അത് നിങ്ങളുടെ ദീന് മൊത്തം പെടും. എന്താണ് നിങ്ങളുടെ ദീന്? മാ നദീനുല്ലാഹ ബിഹി വമാ യുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. അത് മൊത്തം അതിൽ പെട്ടു. ഇനി ഈ ആയത്തിന് അല്ലാമത്തു സഅദി റഹ്മത്തുല്ലാഹി അലൈഹി കൊടുത്തിട്ടുള്ള അതിന്റെ വ്യാഖ്യാനം വായിച്ചു പോകാം. വലമ്മാ കാന നാസിലൻ മിനൽ ഹഖ് വലമ്മാ കാന ഹാദൽ കിതാബു ഐ അൽ ഖുർആനുൽ അളീമു നാസിലൻ മിനൽ ഹഖ് തബാറക വതആല. ഇത് ആയതിനാൽ, ഇത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥം അഥവാ ഖുർആൻ നാസിലൻ അവതരിക്കുന്നതായതിനാൽ, അത് ഇറങ്ങിയതായതിനാൽ, ആരുടെ അടുക്കൽ നിന്ന് ഇറങ്ങിയതാണ്? മിനൽ ഹഖ്. അൽ ഹഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അൽ ഹഖായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതായതിനാൽ, മുഷ്തമിലൻ ഇത് ഉൾക്കൊള്ളുന്നതായതിനാൽ, നാസിലൻ വ മുഷ്തമിലൻ അത് ഇറങ്ങിയതാണ്. ഇറങ്ങുക മാത്രമല്ല, അത് ഉൾക്കൊള്ളുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അലൽ ഹഖ് പരമമായ സത്യം. പരമമായ സത്യം ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളതായ സത്യങ്ങളും മൂല്യങ്ങളും മുഴുവനും റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ. ഒന്നും ചോർന്നു പോയിട്ടില്ല. അതിലുള്ള മുഴുവൻ മുൻകാല ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്ന സത്യങ്ങൾ, സത്യത്തിന്റെ മൂല്യങ്ങൾ അത് മുഴുവനും ഉൾക്കൊണ്ടിട്ടുള്ളത് കൂടിയാണ്. ആ സത്യം എന്ന് പറഞ്ഞാൽ ലിഹിദായത്തിൽ ഖൽഖ്, മുഴുവൻ സൃഷ്ടികൾക്കും, അറബികൾക്ക് എന്നല്ല, കറുത്തവർക്ക് എന്നല്ല, വെളുത്തവർക്ക് എന്നല്ല, കറുത്തവർക്കും വെളുത്തവർക്കും അറബികൾക്കും അനറബികൾക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സ്ത്രീക്കും പുരുഷനും അടിമക്കും ഉടമക്കും ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും. അത് മനുഷ്യലോകം എന്ന് പോലും നിങ്ങൾ അതിന് പരിമിതപ്പെടുത്തേണ്ടതില്ല. ഈ ഗ്രന്ഥം ഇറക്കിയത് റസൂലുള്ളാഹിനെ നിയോഗിച്ചത് ഇലസ്സഖലൈൻ, മനുഷ്യവർഗത്തെ പോലെ ജിന്നുവർഗത്തിനു കൂടിയാണ്. അതുകൊണ്ട് അൽ ഖൽഖ് സൃഷ്ടികൾക്ക്, മനുഷ്യ ജിന്ന് വർഗം അവരാണ് ഇവിടെ സൃഷ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നേർവഴി കാണിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള പരമസത്യം മുഴുവനും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായിട്ടാണ് അത് ഇറങ്ങിയത്. അപ്പൊ ഇത് ഈ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഖുർആനിൽ സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അഥവാ കിതാബ് അഥവാ ഖുർആൻ, അത് നാസിലാണ്, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് മുഴുവൻ സൃഷ്ടികളേക്കും സന്മാർഗം കാണിക്കാൻ ഉപയുക്തമായ, അതിന് പര്യാപ്തമായ പരമസത്യങ്ങൾ ഉൾക്കൊള്ളുന്നതായതിനാൽ അങ്ങനെയുള്ള ആ ഗ്രന്ഥം ആർക്കാണ് ഇറങ്ങിയത്? ആരുടെ മേലാണ് ഇറങ്ങിയത്? അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്കാണ്. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അലാ അഷ്റഫിൽ ഖൽഖ്, ജിന്ന് മനുഷ്യവർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് റസൂലുള്ളാഹ്. മനുഷ്യവർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. അലൽ ഇത്ലാഖ്,
അതൊരു സംശയമല്ല. അന സയ്യിദു വലദി ആദമ വലാ ഫഖർ വബിയദി ലിവാഉൽ ഞാന് ആദമു അലൈഹിസ്സലാം, ആദമിന്റെ മക്കളിൽ ഏറ്റവും ഉന്നതനാണ്, മാനവരിൽ മഹോന്നതനാണ് മുഹമ്മദ് നബി. സയ്യിദ് ഉൽദി ആദം, അവരുടെ നേതാവാണ്, അവരുടെ നായകനാണ്. പരലോകത്ത് സത്യത്തിന്റെ ധ്വജം വഹിക്കുന്നത് റസൂലുള്ളാഹിയാണ്. അപ്പൊ ഖുർആൻ അതാരെങ്കിലും പഠിച്ചുണ്ടാക്കിയതല്ല, അത് ഇറങ്ങിയതാണ്. അത് എവിടുന്നെങ്കിലും ഇറങ്ങിയതല്ല, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിലുള്ളത് പരമമായ സത്യമാണ്. ആ സത്യം ഏതിനുതകുന്ന സത്യമാണ്? ഖൽഖിനെ, മനുഷ്യ ജിന്ന് വർഗങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള സത്യമാണ്. അത് ഇറങ്ങിക്കിട്ടിയത് ഏതെങ്കിലും ഒരാൾക്കല്ല, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അങ്ങനെയുള്ളതാണ് ഈ ഖുർആൻ എന്നിരിക്കെ അളുമത്ത് ഫീഹി നിഅമതു വജല്ലത്ത്, അളുമത്ത് ഫീഹി അന്നിഅമ, അതിലുള്ള നിഅമത്ത് വളരെ വലുതായിരിക്കുന്നു, മഹത്തരമായിരിക്കുന്നു. ആ ഖുർആൻ അത് നമുക്ക് നൽകുന്ന നിഅമത്ത്, സൃഷ്ടിലോകത്തിന് നൽകുന്ന നിഅമത്ത്, മനുഷ്യരാശിക്ക് നൽകുന്ന നിഅമത്ത് ചെറുതല്ല. അത് അളുമത്തിൻ നിഅമ, നിഅമത്ത് വളരെ മഹത്തരമാണ്. ഫീഹി, അതിലുള്ള, അഥവാ ഖുർആൻ മുഖേന ഖുർആനിലുള്ളതായ നിഅമത്ത്. കാരണം അതിനേക്കാൾ വലിയൊരു നിഅമത്ത് അള്ളാഹ് നമുക്ക് വേറെ തന്നിട്ടില്ല. അള്ളാഹ് നബിയെ നമ്മളിലേക്ക് അയച്ചു തന്നു എന്നുള്ളതും ആ നബിയുടെ കയ്യിൽ അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു മിന്നത്ത് ചെയ്തിട്ടുണ്ട്, നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ നിഅമത്ത് അതേത് എന്ന് ചോദിച്ചാൽ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ അള്ളാഹു അവർക്ക് ഇറക്കിക്കൊടുത്തു. യത്ലു അലൈഹിം ആയാതിഹി, എന്നിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം, വചനങ്ങൾ അവർക്ക് ഇങ്ങനെ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് അതിന്റെ വാക്കുകൾ പഠിപ്പിക്കുന്നു, പാരായണം ചെയ്യാൻ പഠിപ്പിക്കുന്നു, അർത്ഥം പഠിപ്പിക്കുന്നു, വ്യാഖ്യാനം പഠിപ്പിക്കുന്നു, പ്രയോഗരീതി പഠിപ്പിക്കുന്നു. എന്നിട്ട് അവരെ അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാക്കി അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മുത്തഖീങ്ങളാക്കി മാറ്റിക്കൊണ്ടുവരുന്നു. ഇതിൽ പരം എന്തൊരു നിഅമത്താണ് വേറെ മനുഷ്യരാശിക്ക് ലഭിക്കാനുള്ളത്? വജല്ലത്ത്, അളുമത്ത് വജല്ലത്ത്, അതിലുള്ള നിഅമത്ത് വളരെ ജലാലത്തുള്ളതാണ്, വലുതാണ്, മഹത്തരമാണ്. ഖുർആനിലുള്ള നിഅമത്ത് എന്ന് പറഞ്ഞാൽ അളീമാണ്. ഖുർആനിലുള്ള നിഅമത്ത് അത് ജലീലാണ്, വലുതാണ്, മഹത്തരമാണ്. വളരെ വലുതും മഹത്തരവുമായിട്ടുള്ള നിഅമത്തുകളുണ്ട് അതിൽ. എന്നതിനാൽ എന്ത്? ഇനിയാണ് അതിന്റെ ജവാബ് പറയാൻ പോകുന്നത്. വവജബൽ ഖിയാമു ബിശുക്രിഹ, വവജബൽ ഖിയാമു ബിശുക്രിഹ, ആ നിഅമത്തിന് ശുക്ർ രേഖപ്പെടുത്തുക എന്നുള്ളത് അത് നിർബന്ധമായി തീർന്നു. വവജബ, വാജിബായി തീർന്നു, നിർബന്ധമായി തീർന്നു. അൽ ഖിയാം ബിശുക്രിഹ, ഖാമ ബിഹി, ഖാമ എന്ന് മാത്രം പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നോ എഴുന്നേറ്റ് പോയി എന്നൊക്കെയാണ് അർത്ഥം വരിക. ഖാമയിലേക്ക് ബാ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, തഅദിയത്തിന്റെ അക്ഷരമായ ബാ ചേർത്ത് കൊടുത്താൽ, പ്രിപ്പോസിഷൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അർത്ഥം മാറി. അപ്പൊ എന്താ? നിറവേറ്റുക എന്നുള്ള അർത്ഥമാണ് വരിക. എക്സിക്യൂട്ട് ചെയ്യുക, നിറവേറ്റുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരിക. ഖാമ ബിശുക്രിഹ, ആ നിഅമത്തിനുള്ള, ഹ എന്ന് പറയുന്ന ദമീർ മടങ്ങുന്നത് ഇല നിഅമ, ആ നിഅമത്തിനുള്ള ശുക്ർ, നിറവേറ്റൽ നിർബന്ധമായി തീർന്നു. അപ്പൊ ഇത്രയും മഹത്തായ ആ നിഅമത്തിനുള്ള, അളുമത്തുൻ ഫീഹി നിഅമതു വജല്ലത്ത്, അളീമത്തായ ജലീലത്തായ ആ നിഅമത്തിനുള്ള ശുക്ർ എങ്ങനെയാണ് നിറവേറ്റേണ്ടത്? ബിഇഖ്ലാസുദ്ദീനി ലില്ലാഹ്, ദീന് മുഴുവനും ഇഖ്ലാസ് വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ദീന് ഇഖ്ലാസ് വരുത്തുക എന്നുള്ളതാണ് അതിനുള്ള ശുക്ർ.
ദീന് ഇഖ്ലാസ് വരുത്തുക എന്ന് പറയുന്നത് നമ്മൾ വിശദീകരിച്ചു പോയി. അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടൂല. അപ്പൊ ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ നദീനുല്ലാഹ ബിഹി ഔ മാ യുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. അതിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്, അത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അതിൽ നിന്നൊരംശവും അത് അള്ളാഹ്ക്ക് സമർപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ പരിശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും കലർപ്പുകൾ അതിൽ ചേരാൻ പാടില്ല. എന്ത് തരത്തിലുള്ള കലർപ്പുകളാണ് അതിൽ വരിക? റിയാ അതിലെ ഒരിനം കലർപ്പാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരൊന്ന് കാണട്ടെ എന്ന് ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല് വരും. പിശാച് കൊണ്ടുവന്നിട്ട് പോകും. അവന് വേറെ പണിയില്ലല്ലോ. അതാണല്ലോ പിശാചിന്റെ പണി തന്നെ. നമ്മള് വുളൂഅൊക്കെ ഉണ്ടാക്കി പള്ളിയിൽ കയറി നല്ല അള്ളാഹ്ക്ക് മാത്രമായിട്ട് ഇഖ്ലാസോടുകൂടി നിസ്കരിക്കണം വിചാരിച്ച് ചെന്നതാണ്. ചെന്നപ്പോ ഒരുത്തന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തൂണും ചാരി. നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളെ പറ്റിയൊക്കെ നല്ലതല്ലാത്ത ചില തോന്നലൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് ഏറെയാണ് പേര്, ഒരു വേറൊരു ജാതിയാണ് എന്നൊക്കെ ചിലപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളായിരിക്കും. അയാൾ നമ്മളങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാ ഓന് നമ്മളെ നിസ്കാരം ശരിക്കൊന്നാണ് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ നിസ്കാരം ഒന്നും കൂടി യുസയ്യിനു സ്വലാത്തഹു, ഓന്റെ നിസ്കാരത്തോട് ഒന്നും കൂടി ഉണ്ട് അലങ്കാരമുള്ളതാക്കി മോടി പിടിപ്പിച്ചു. എന്തുകൊണ്ടാണ് അവിടെ മോടി പിടിപ്പിച്ചത്? അലങ്കാരം, ആ പൊസിഷനും ആ മൂവ്മെന്റ്സും ചലനങ്ങളും ഒക്കെ ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കി. റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നത് ജനങ്ങള് അവനെ നോക്കുന്നുണ്ട് എന്ന്, ജനങ്ങളുടെ ദൃഷ്ടി അവനിൽ പതിയുന്നുണ്ട് എന്ന് അവൻ കാണുന്നതിനാൽ, അവൻ മനസ്സിലാക്കിയതിനാൽ അയാൾ തന്നെയാണ് നോക്കുന്നത്. എങ്ങനെയാണ് നമ്മളെ നിസ്കാരം എന്നുള്ളതെന്ന് കാണിച്ചു കൊടുക്കാവോന്ന്? നിസ്കാരം ഓന് കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നമ്മളുടെ പ്രതിയോഗിയാകട്ടെ, നമ്മുടെ അനുകൂലിയാകട്ടെ, അനുകൂലികളും പ്രതികൂലികളും ആരും ആകട്ടെ, ഒരാൾക്കും കാണിച്ചു കൊടുക്കാനുള്ളതല്ല. അവർ കാണൂല എന്നില്ല. കാണേണ്ട സ്ഥലത്ത്, അവർ കാണാവുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, അതവർ കാണുന്ന ചെയ്യും. അതവർ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഒഴിവാക്കി പോകാനൊരു നിവൃത്തിയില്ല. അതിനാരെയും പേടിച്ചിട്ട് ഒഴിവായി പോകാൻ പാടില്ല. അത് വേറൊരു ദോഷമാണ്. അതവൻ കണ്ടോട്ടെ, പക്ഷെ അത് നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അവൻ നോക്കുന്നു, അവന്റെ ദൃഷ്ടി നമ്മളിൽ പതിയുന്നു എന്നതിനാൽ നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ഖുശൂഅ് കൂടുതൽ വരുത്തിയാൽ, എന്തെങ്കിലും ഒരു സീനത്ത്, ഒരു മോടി, അലങ്കാരം കൂടുതൽ വരുത്തിയാൽ, അള്ളാഹ് കാണണം, വേറെ ആരും കാണരുത്. അവന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അവൻ കാണണം, വേറെ ആരും കാണിക്കാനല്ല. അതിന് പകരം പടപ്പുകളെയും കൂടി കാണിക്കുക എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് വിവാദത്തിൽ വന്നു ചേരുന്ന ഒരു കളങ്കമാണ്. റിയാ ഒരു കളങ്കമാണ്. അതേമാതിരി വേറെ ചിലർ കണ്ടിട്ടില്ലേ, അടുത്തുനിന്ന് നമസ്കരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, കൈ കെട്ടിയാൽ ഓൻ ഇമാമല്ല, നമ്മളെപ്പോലുള്ള ഒരു മഅ്മൂമാണ്. പക്ഷെ ഓന്റെ ചൊല്ലല് അടുത്ത അപ്പുറത്തും ഇപ്പുറത്തുള്ളവനൊന്ന് കേൾക്കട്ടെ, എനിക്ക് നിസ്കാരത്തിൽ ചൊല്ലാനുള്ള ദിക്റും ദുആഒക്കെ കൃത്യമായിട്ട് അറിയും, ഞാനത് വൃത്തിയായി ചെയ്യുന്നവനാണ് എന്നുള്ളത് അപ്പുറത്ത് ഇടവും വലവും നിൽക്കുന്നവനെ, ഇടവലക്കാരെ കേൾപ്പിക്കുന്ന ചില പ്രകൃതക്കാരുണ്ട്. നല്ലതല്ല, തെറ്റാണ്. ഒന്ന് ജഹരിയായ നമസ്കാരത്തിലെ ഉറക്കനെ ചെല്ലാൻ പറ്റുള്ളൂ, അതും ഇമാമിനെ ചെല്ലാൻ പറ്റുള്ളൂ. ഇതങ്ങനെ ഉറക്ക ചെല്ലേണ്ട കാര്യമല്ല. അപ്പൊ അതിൽ തന്നെ അവൻ സുന്നത്ത് തെറ്റിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അവൻ അത് ചെയ്യുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഗിരിഗിരി. അതെന്താ? ഇടവലക്കാര് ഞാൻ ചൊല്ലണമെന്ന് കേക്കട്ടെ. ചിലപ്പോ ഒരു ഇമാമിന് ചില നേരത്തെ അങ്ങനത്തെ ചില ലക്ഷ്യങ്ങൾ ശരാവിൽ വെച്ചു കൊടുത്തതുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നബിയോട് അടുത്ത് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ആളുകൾ കേൾക്കുന്ന വിധത്തിൽ ചിലതൊക്കെ റസൂലുള്ള കുറച്ച് കേൾക്കുന്ന വിധത്തിൽ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇമാമിന് ചേർന്ന നടപടിയാണ്, മഅ്മൂമീങ്ങൾക്ക് ചേർന്ന നടപടിയല്ല. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അവരെ തഅലീം ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ അതിനുണ്ട്. ഇത് അതിലൊന്നിനും പെട്ടതല്ല, ഇമാമല്ല.
പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇയാൾക്ക് പറഞ്ഞതല്ല. ഉറക്കനെ പറയാന്നുള്ളത് ഈ സുന്നത്ത് പെട്ടതല്ല. ഇസ്റാറാണ് അയാള് ഹക്കിലുള്ളത്. അയാളുടെ ഭാഗത്ത് അയാൾ ചെയ്യേണ്ടത് ഇസ്റാർ, പൂർണ്ണമായ ഇസ്റാറാണ്. എന്നാ മനസ്സുകൊണ്ട് ചൊല്ലിയാ പോരാ. നാവ്, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകള്, ഇതൊക്കെ ചലിപ്പിച്ചുകൊണ്ടാകണം. അത് അപ്പുറത്തുള്ളവൻ കേൾക്കാനാകുകയും ചെയ്യരുത്. അവനെ കേൾപ്പിക്കുന്ന തരത്തിലുമാവരുത്. മറ്റുള്ളവൻ കേൾക്കാനാകുന്നു, എന്റെ മനസ്സിൽ തോന്നുന്നു, അവനൊന്ന് കേൾക്കട്ടെ, എനിക്കിതൊക്കെ തിരിയുന്നുള്ളത്. മറ്റൊന്ന് അവൻ കേൾപ്പിക്കുന്ന തരത്തിലാകുന്നു, അപ്പൊ സുന്നത്ത് തെറ്റിച്ചു, മറ്റൊന്ന് ഇഖ്ലാസും തെറ്റിച്ചു. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേറുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്താൽ സമ്മഅഹുല്ലാഹ്, ഓന് അപ്പറഞ്ഞിട്ടുള്ള കീർത്തിയും ഖ്യാതിയും വേറുള്ളവരെ കേൾപ്പിക്കലും അത് തന്നെ അവന് കിട്ടിയത്. പരലോകത്ത് എത്തുമ്പോ പറയും, അത് കേൾപ്പിച്ചില്ലേ, അവിടെ കേട്ടിട്ടുണ്ട്. നീ ആര് കേൾക്കണം എന്ന് ഉദ്ദേശിച്ചോ അവരത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ് വിഷയം തീർന്നു. ഇത് കളങ്കമാണ്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലുള്ള എന്റെ കൂടപ്പിറപ്പിങ്ങൾ, എന്റെ കൂടെയുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കട്ടെ, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, നല്ല ആളാണ്, ഞാൻ നല്ലൊരു അറിവുള്ള ആളാണ്, ഞാൻ ധാരാളം പൈസ ഉള്ള ആളാ, പൈസ ചെലവാക്കുന്ന ആളാണ്, ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വലിയ കണിശത പുലർത്തുന്ന ഒരു പരിശുദ്ധമായ നെയ്യാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. അത് വലിയ അബദ്ധമാണ്. അങ്ങനെ ഒരു ദിക്ർ ഉദ്ദേശിച്ചുകൊണ്ട്, ഒരു കീർത്തി ഉദ്ദേശിച്ചുകൊണ്ട്, ഒരു ഖ്യാതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ ആ കീർത്തി, ആ ഖ്യാതി എന്ന് പറയുന്നത് ഇബാദത്തിനെ നശിപ്പിച്ചു കളയുന്ന, ഇഖ്ലാസിനെ ചോർത്തിക്കളയുന്ന ഭംഗമാണ്. അതൊരു ബഗ്ഗാണ്, നശിപ്പിച്ചു കളയും. ജിഹാദ് പോകാൻ വേണ്ടി വന്നോടത്തുനിന്ന് ഒരാൾ നബിനോട് ചോദിച്ച ഹദീസ് വളരെ പ്രസിദ്ധല്ലേ, ഞാന് നബിയെ യുദ്ധം ചെയ്യുന്നത് അള്ളാന്റെ സവാബ് ഉദ്ദേശിച്ച് തന്നെയാണ്, പ്രതിഫലം ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ആ കൂട്ടത്തില് ഞാനൊരു നല്ല യോദ്ധാവാണ്, ഒരു ധീരനാണ് എന്നുള്ളൊരു പേര് എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, തെറ്റാണ്. അവൻ എന്താ ഉണ്ടാകുക? ഒരു ചുക്കും അവന് പ്രതിഫലം കിട്ടാനില്ല. 3 തവണ ആള് മടക്കി ചോദിച്ചു, എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ അയാൾക്ക് പ്രതിഫലമായിട്ട്? ഒന്നും കിട്ടൂല. എന്നിട്ട് റസൂലുള്ള 3-ാം തവണത്തെ ചോദ്യത്തിൽ വിശദീകരിച്ചു കൊടുത്തു, അല്ലാഹ് സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള കളങ്കങ്ങൾ, ബഗ്ഗുകൾ ഒന്നും ചേരാത്ത, ഖാലിസായ, കളങ്കമില്ലാത്ത, തീർത്തും പരിശുദ്ധമായത്, വബ്തുഗിയ ബിഹി വജ്ഹുഹു, അവന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്ത പ്രവൃത്തി മാത്രമേ അവൻ സ്വീകരിക്കുള്ളൂ. അവന് വേണ്ടി ചെയ്യുന്നു, കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കീർത്തി വേണം, ഖ്യാതി വേണം, പ്രശസ്തി വേണം എന്നും കൂടി വെക്കുന്നുവെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കൂല. വേറെ അയാള് പള്ളിയില് പരലോക തൊഴിലാളിയാണ്, നല്ല പണിയല്ലേ, 5 നേരം നിസ്കരിക്കുക, ഖുർആൻ ഓതിക്കൊടുക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക, ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുക, ഒരു മാതൃകാ പുരുഷനായി നല്ല ആളായിട്ട് അവിടെ നിലനിൽക്കുക. അപ്പൊ എനിക്കും മെച്ചാണ്, ആൾക്കാർക്കും അതുകൊണ്ട് മെച്ചാണ്. എന്നാ അതുകൊണ്ട് നമ്മളെ ചെലവ് കഴിഞ്ഞ് പോവുകയും ചെയ്യും. എനിക്കത് മാത്രമേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. എനിക്ക് ചുമടെടുക്കാൻ അറിയില്ല, എനിക്ക് വിറക് വെട്ടാൻ അറിയില്ല, എനിക്ക് ഹോട്ടലിൽ പാത്രം മോറാൻ അറിയില്ല, എനിക്കതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ള ഏതെങ്കിലും ജോലികൾ, ഞാനൊരു ഡ്രാഫ്റ്റ്സ്മാൻ അല്ല, ഞാനൊരു എഞ്ചിനീയർ അല്ല, ഞാനൊരു ഡോക്ടർ അല്ല, ഞാനൊരു നേഴ്സല്ല, ഞാൻ കമ്പൗണ്ടർ അല്ല, ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ അല്ല, ഒന്നുമല്ല. എനിക്ക് ആകെ കൂടി അറിയാം ഇതാണ് വയല് അറിയാൻ, നിസ്കരിച്ചു കൊടുക്കാണ്. അപ്പൊ അത് നല്ല കാര്യമാണ്, ഞാനും നന്നാകും, എന്റെ കുടുംബം ചെലവഴിയുകയും ചെയ്യും എന്ന് വെച്ചാലോ? ത്വലബുദ്ദുന്യാ ബിഅമലിൽ ആഖിറ, ദുനിയാവ് തേടിയ അയാള് ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തിന്റെ ഉള്ളില് ദുനിയാവിന്റെ ലക്ഷ്യം കൂടി കടത്തിക്കൂട്ടി, ഒരു രക്ഷയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽത്തുടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് അടിച്ച് പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്നതാണ്.
പറ്റൂല, അള്ളാഹ് സ്വീകരിക്കൂല. നമ്മളൊക്കെ പള്ളിയിലെ ഇമാമിയങ്ങളുടെ കാര്യം, വരച്ചു വെച്ച പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ജുമാക്ക് ഖുതുബക്ക് ആള് വരൂല. ചോദിക്കാണ്, എനിക്കൊരു ഖുതുബക്ക് ഇത്ര വേണം, അത്ര തരുമെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ വരൂല. അത്ര തരുമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വരൂല. ഇതാണല്ലോ സ്ഥിതി. തൊലബുദ്ദുന്യ അല്ലാന്ന് പിന്നെ എങ്ങനെ പറയാ? അതന്നെയല്ലേ തൊലബുദ്ദുന്യ എന്ന് പറയണത്. ഇങ്ങനെയുള്ള കളങ്കങ്ങളില്ലാതെ ദീനായിട്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ വെച്ചോളൂ. അള്ളാഹ് പരലോകത്ത് നമ്മളെ മേൽ ചുമത്തുന്ന ഏതൊരു വിഷയമുണ്ടോ അത് അള്ളാഹ്ക്ക് ചെയ്യണം, അവന് മാത്രം. വേറൊരാൾക്കും അതിൽ നിന്നൊരു അംശം കൊടുക്കരുത്. അതിൽ ഇതുപോലുള്ള തെറ്റായ ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ അതിൽ കലരരുത്. ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കലർപ്പുകളും കലരരുത്. ഇതാണ് നിർബന്ധമായി. അപ്പൊ വദാലിക ബിഇഖ്ലാസുദ്ദീനിലില്ല, ദീൻ അള്ളാഹുവിന് മാത്രമാക്കി തീർത്തുകൊണ്ടാണ്. ഫലിഹാദാ ഖാല, അതിനാൽ അള്ളാഹു പറഞ്ഞു, ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തതുകൊണ്ട് പോരാ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ആ വാക്ക് അർത്ഥം പറയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അത് വേണം കേട്ടോ. അബദല്ലാഹ, അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തണം. വഹദഹു, അത് അതിന്റെ വ്യാഖ്യാനമാണ്, അറിയപ്പെട്ട വ്യാഖ്യാനമാണ്, മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വ്യാഖ്യാനമാണ്, അതിന്റെ ഭാഷയിൽ സ്ഥിരപ്പെട്ട വ്യാഖ്യാനമാണ്. അത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം, വേറെ ആർക്കും കൊടുക്കരുത്. മുഖ്ലിസൻ ലഹുദ്ദീൻ, അത് മുഖ്ലിസായ നിലയിൽ. ഈ മുഖ്ലിസൻ എന്ന് പറയുന്നത് ഫാഇലിന്റെ ഹാലാണ്. ഉഅ്ബുദ്, നീ ഇബാദത്ത് ചെയ്യുക. അതിൽ നീ എന്ന് പറയുന്നതാണ് ഫാഇൽ. ആ ഫാഇലിന്റെ ഹാലാണ്, ഫാഇലിനെ കുറിച്ചുള്ള അഡ്വർബാണ്. മുഖ്ലിസൻ, ഇഖ്ലാസ് വരുത്തിയ നിലയിൽ, ലഹു ലില്ലാഹി, അള്ളാഹുവിന്, അദ്ദീൻ, ഏതെല്ലാം കാര്യത്തിൽ? ദീനായ കാര്യത്തിൽ മുഴുവനും, ദീനാകുന്ന വിഷയത്തിൽ മുഴുവനും. ഐ എന്ന് വെച്ചാൽ അഖ്ലിസു ലില്ലാഹി തആല, അള്ളാഹുവിന് മാത്രമാക്കി തീർക്കുക നീ. ജമീഅ ദീനിക്, നിന്റെ ദീൻ കാര്യങ്ങളും, നിന്റെ ദീൻ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാക്കി തീർക്കണം. അള്ളാഹ്ക്ക് സമർപ്പിക്കണം, അവന് മാത്രം. അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ കലരാൻ പാടില്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിൽ കലരാൻ പാടില്ല. അത് ആ തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിനശ്ശറാഇഇൽ ളാഹിറത്തി വൽ ബാത്തിന, ശറാഇ, അള്ളാഹ് നിയമമാക്കിയിട്ടുള്ള ശറആയി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ശരീഅത്തിന്റെ ബഹുവചനമാണ് ശറാഇ. അള്ളാഹ് നമുക്ക് ശറആയിട്ട് നിയമമായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും. നിസ്കാരം ഒരു ശറആണ്, നോമ്പ് വേറൊരു ശറആണ്, സക്കാത്ത് വേറൊരു ശറആണ്, ഹജ്ജ് വേറൊരു ശറആണ്, പാവങ്ങളെ സഹായിക്കൽ വേറൊരു ശറആണ്, കുടുംബബന്ധം പുലർത്തൽ വേറൊരു ശറആണ്, ഹുസ്നുൽ ഖുലുഖ് വേറൊരു ശറആണ്. അതിൽ അള്ളാഹിറ, ബാഹ്യമായി പ്രത്യക്ഷത്തിൽ കാണാവുന്ന കാര്യങ്ങൾ ഉണ്ടാകും. വശറാഇ അൽ ബാത്തിന, ബാഹ്യമായി പ്രത്യക്ഷത്തിൽ കാണാത്ത പരോക്ഷമായ ബാത്തിനത്തായ ഗോപ്യമായ കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോ അൽ ഖൗഫു വർ-റജാഉ വൽ-ഇനാബത്തു വത്തവക്കുലു, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവയെല്ലാം തന്നെ ശറാഇകളാണ്. പക്ഷെ അത് ലാഹിറത്തല്ല, ബാത്തിനത്താണ്. അത് ബാത്തിനത്താണ്, പരോക്ഷമാണ്. അപ്പൊ അതില് ഏതെല്ലാം പെടും? അൽ ഇസ്ലാം, ഇസ്ലാം പെടും. ഇസ്ലാമിന്റെ പ്രാഥമിക തലമാണ്, ദീനിന്റെ പ്രാഥമിക തലമായ ഇസ്ലാം പെടും. വൽ ഈമാൻ, അതിന്റെ ദ്വിതീയ തലമായിട്ടുള്ള ഈമാൻ പെടും. അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള തലം അത് വൽ ഇഹ്സാൻ, ഇഹ്സാൻ പെടും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെടും. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും അത് ലാഹിറത്താണ്. ഈമാൻ എന്ന് പറയുന്നത് അത് മിക്കവാറും ബാത്തിനത്താണ്.
ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റുക്ൻ ഒന്ന് മാത്രമാണ്, തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അത് തീർത്തും ബാത്തിനത്താണ്. ഇവയെല്ലാം ഇങ്ങനെ ദീനിന്റെ എല്ലാ തലങ്ങളും, ദീനിൽ പറയപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളും എല്ലാ കർമ്മങ്ങളും അത് അള്ളാഹുവിന് മാത്രമാക്കി തീർക്കണം. മറ്റു ലക്ഷ്യങ്ങൾ അതിൽ കലർത്തിയിട്ട് നശിപ്പിക്കരുത്. ബിഅൻ തുഫ്രിദല്ലാഹ വഹ്ദഹു ബിഹാ, ബിഅൻ തുഫ്രിദല്ലാഹ, അള്ളാഹുവിനെ നീ ഏകത്വപ്പെടുത്തണം, അവനെ മാത്രമാക്കി തീർക്കണം. വഹ്ദഹു, അവനെ മാത്രം. ബിഹ, ഈ ശറായികൾ കൊണ്ട്, അത് ലാഹിറത്താകട്ടെ ബാത്തിനത്താകട്ടെ. ഹ എന്ന ലമീർ മടങ്ങുന്നത് ഇല ശറായ, അല്ലാഹിറ വൽ ബാത്തിന, പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള അള്ളാഹു നിശ്ചയിച്ച ശറഇന്റെ കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രമായിട്ട് നീ കൊടുക്കണം. വതഖ്സുദ ബിഹി വജ്ഹഹു, വതഖ്സുദ ബിഅൻ തുഫ്രിദ, ആ അന്ന് അത് മിനൻ നവാസിബ്, നസ്ബ് ചെയ്യുന്ന, മുളാരിഇനെ നസ്ബ് ചെയ്യുന്ന നവാസിബിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അഫ്രദ യുഫ്രിദു തുഫ്രിദു എന്നുള്ളത് തുഫ്രീദ നസ്ബ് എടുത്ത് വായിച്ചു, അതിലേക്ക് അത്ഫ് ചെയ്തു. വതഖ്സുദ ബിഹി, അത് മുഖേന നീ ലക്ഷ്യം വെക്കണം, നിന്റെ ഉദ്ദേശം, നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. വജ്ഹഹു, നീ ലക്ഷ്യം വെക്കേണ്ടത്, ഉദ്ദേശമാക്കേണ്ടത്. വജ്ഹഹു, വജ്ഹ അല്ലാഹി തബാറക വതആല, അള്ളാഹുവിന്റെ വജ്ഹിനെ ആയിരിക്കണം. വേറെ ലക്ഷ്യം ഉണ്ടാകരുത്, വിക്ർ ഉണ്ടാകരുത്, ദിയ ഉണ്ടാകരുത്, സുംഅത്ത് ഉണ്ടാകരുത്, പലബുദ്ദുന്യ ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷ്യങ്ങളും നീ അതിലേക്ക് ചേർക്കരുത്. നിനക്കുണ്ടാകേണ്ട ലക്ഷ്യം ഒന്ന് മാത്രമാണ്, വജ്ഹല്ലാഹ് വസവാബഹു, അള്ളാന്റെ വജ്ഹ്, അള്ളാന്റെ സവാബ്. ഇത് ട്യൂൺ ചെയ്തെടുക്കലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം. മാ ജാഹദ്തു നഫ്സി അലാ ഷൈ മുജാഹദതഹ അലൽ ഇഖ്ലാസ്. സലഫുകളിൽപ്പെട്ട പലരിൽ നിന്നും ഉദ്ധരിക്കപ്പെടാറുള്ള ഒരു വാചകമാണത്. ഞാൻ എന്റെ മനസ്സിനോട് മൽപിടുത്തം നടത്തേണ്ടി വന്നിട്ടില്ല. ഒരു കാര്യത്തിലും മുജാഹദതഹ അലൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ കാര്യത്തിൽ മൽപിടുത്തം നടത്തേണ്ടതുപോലെ വേറൊരു കാര്യത്തിലും മൽപിടുത്തം നടത്തേണ്ടി വന്നിട്ടില്ല. എപ്പോ നിങ്ങൾ പിടുത്തം വിടുന്നുവോ അപ്പൊ അത് തെറ്റിപ്പോകും. ഒരിക്കൽ പിടിച്ച് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്ന് ട്രാക്കിൽ വെച്ചു, കഴിച്ചിലായി, ഇനി തെറ്റൂല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് ഏത് നിമിഷം ആ പിടുത്തം എപ്പോ ലൂസാക്കണോ ലൂസാക്കുമ്പോൾ തെറ്റും. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ വളവിലും ഓരോ തിരിവിലും ഓരോ ഉണർവിലും ഓരോ ഉറക്കിലും ഓരോ ചെയ്ത്തിലും ഓരോ വാക്കിലും നമ്മൾ എന്ത് ചെയ്യണം? അത് ഇഖ്ലാസിന് കറക്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് മൽപിടുത്തം നടത്തണം, മുജാഹദത്ത് നടത്തണം. അങ്ങനെയുള്ളൊരു മൽപിടുത്തം വേറൊരു കാര്യത്തിനും നമുക്ക് നടത്തേണ്ടി വരില്ല. അങ്ങനെയുള്ളൊരു മൽപിടുത്തം വേറെ ഒരു വിഷയത്തിനും നമുക്ക് നടത്തേണ്ടി വരില്ല. ലാ ഗൈറ ദാലിക മിനൽ മഖാസിദ്, അതല്ലാത്ത മറ്റ് ഉദ്ദേശങ്ങൾ, മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നീ ഉദ്ദേശിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ വ്യാഖ്യാനം ഫുള്ളായി. നിങ്ങൾ ഇനി ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് കിട്ടാവുന്ന ലളിതമായ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ അല്ലാമത്തു സഅദിയുടെ ഭാഷാ ശൈലി ഏറെക്കുറപ്പോ ഇത് സ്ഥിരം നമ്മൾ കേട്ടുവന്ന ആളുകൾക്ക് പരിചയമായിട്ടുണ്ട്, അവർക്ക് എളുപ്പമായിരിക്കും. പുതിയ ആളുകൾക്ക് അതൊന്നും ഇണങ്ങാൻ വരും. വലമ്മാകാന نازلا من الحق ولما كان هذا الكتاب نازلا من الحق تبارك وتعالى مشتملا على الحق, ആ കിതാബ് മുസ്തമിലൻ അലൽ ഹഖ്, ഹഖ് പരമമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്തിനു വേണ്ടിയുള്ള സത്യങ്ങൾ? ലിഹിദായത്തിൽ ഖൽഖ്, അൽ ഖൽഖ് ഹുന അൽ ജിന്നു വൽ ഇൻസ്. അത് ഇറങ്ങിയത് അലാ അഷ്റഫിൽ ഖൽഖ് വഹുവ റസൂലുള്ളാഹ്. അളുമതു ഫീഹി നിഅമ, ആ ഗ്രന്ഥത്തിലുള്ള നിഅമത്ത് വളരെ അപാരമാണ്. വജല്ലത്ത്, അത് ഭയങ്കരമാണ്, മഹത്തരമാണ്. എന്നിരിക്കെ വജബൽ ഖിയാമു ബിശുക്രിഹ, വുജൂബായി തീർന്നിട്ടുണ്ട് അൽ ഖിയാമു ബിശുക്രിഹ, അതിന് ശുക്ർ കാണിക്കുക എന്നുള്ളത്. ശുക്ർ ആദ്യം ഇഅ്തിറാഫാണ്, രണ്ട് നാവ് കൊണ്ടത് പറയലാണ്. മൂന്നാമത്തേത് ആ നിഅമത്ത്,
ആ നിഅമത്ത് നമുക്ക് നൽകിയവൻ ഏത് കാര്യത്തിന് എന്തിനു വേണ്ടിയിട്ടാണോ മാർഗത്തിൽ മാത്രം വിനിയോഗിക്കലാണ്, മറ്റു മാർഗങ്ങളിൽ വിനിയോഗിക്കാതിരിക്കലാണ്. അതെങ്ങനെയാണ് ഈ ഇഖ്ലാസ് നടത്തേണ്ടത്? അതുകൊണ്ടാണ് ബിഖ്ലാസുദ്ദീനില്ല, ദീന് മുഴുവനും അള്ളാഹ്ക്ക് മാത്രമാക്കി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ ഐ യഖ്ലിസു ലില്ലാഹി തആല ജമീഅ ദീനി. നിന്റെ ദീൻ കാര്യങ്ങൾ മുഴുക്കെ അള്ളാഹുവിന് മാത്രമാക്കി തീർക്കണം. ദീൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിന ശറാഇഇൽ ളാഹിറതി വൽ ബാത്തിന, അള്ളാഹ് ശറായി നിശ്ചയിച്ചിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ കാര്യങ്ങൾ മുഴുവൻ. അതിൽ ഏതെല്ലാം പെടും? ദീനിന്റെ 3 തലങ്ങളും പെടും. അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. അതെല്ലാം ബി അൻ തുഫ്രിദല്ലാഹ വഹ്ദഹു ബിഹ, ആ കാര്യങ്ങൾ മുഴുവനും അള്ളാഹ്ക്ക് മാത്രമായി ചെയ്യണം. വതഖ്സുദ ബിഹി വജ്ഹഹു, മാത്രമല്ല അത് നീ ചെയ്യുമ്പോൾ അത് മുഖേന നീ ലക്ഷ്യമാക്കേണ്ടത്, നിന്റെ മനസ്സിൽ വെക്കേണ്ട ഉദ്ദേശം അള്ളാന്റെ വജ്ഹ് കാണുക എന്നത് മാത്രമായിരിക്കണം. ലാ ഗൈറ ദാലിക മിനൽ മഖാസിദ്, അതല്ലാത്ത മറ്റു മഖാസിദുകൾ വരാൻ പാടില്ല. ഇത് കഴിഞ്ഞു. ഇനി ആ ആയത്തിലേക്ക് നമുക്ക് പോകേണ്ടതില്ല, നിങ്ങളത് ശരിക്കും വായിച്ച് നോക്കണം, അത് മനപ്പാടാക്കണം. നമുക്കിത് 2 ആയത്തെ മനപ്പാടാക്കാനുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞാൽ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇനി 3-ാമത്തെ ആയത്ത്. ആ 3-ാമത്തെ ആയത്ത് അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. ജസ്റ്റ് അതിന്റെ അർത്ഥം പറയാം, അതിന്റെ വ്യാഖ്യാനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അലാ, അലാ എന്ന് പറഞ്ഞാൽ അറിയുക, അതൊരു ഇസ്മു ഫിഇലാണ്. അതിന്റെ വാക്കിന്റെ ഘടന നോക്കുമ്പോൾ ഒരു ഇസ്മിന്റെ സ്വഭാവം, നാമത്തിന്റെ സ്വഭാവം ഉണ്ടാവും. അതിന്റെ മഅന നോക്കുമ്പോൾ ഒരു ഫിഇലിന്റെ സ്വഭാവം ഉണ്ടാവും. അത് ബിമഅനൽ അംർ, ഒരു കൽപ്പന ക്രിയയുടെ അർത്ഥമാണ് അതിനുണ്ടാകുക. ഏതാണ്? ഇഅ്ലമു, നിങ്ങൾ അറിയൂ എന്ന് പറയുന്ന. ഇഅ്ലമു എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അർത്ഥാണ് ഇതിൽ നിന്ന് കിട്ടുക. അർത്ഥം കൊണ്ട് അത് ഫിഇലാണ്. എന്നാൽ വാക്കിന്റെ ഘടനാപരമായ സവിശേഷതകൾ നോക്കുമ്പോൾ അതൊരു ഇസ്മാണ്. അപ്പൊ അതിനെ നമുക്ക് പറയാം ഇസ്മു ഫിഇൽ എന്ന് പറയാം. അറിയുക, നീ അറിയുക. ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, ഖാലിസായ ദീന് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. അപ്പൊ ദീൻ അള്ളാഹ്ക്ക് കൊടുക്കണം എന്ന് കൂടി അല്ലട്ടോ പറഞ്ഞത്, ദീൻ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ഇവിടെ ഈ മാത്രത്തിന്റെ ഇതിന്റെ ഒരുപാട് ആശയങ്ങളുണ്ട്. ദീന് അള്ളാഹ്ക്കാകണം എന്നാണ് നമ്മൾ ഇതിന് അർത്ഥം മനസ്സിലാക്കിയതെങ്കിൽ നമ്മൾ പൊട്ടന്മാരാണ്. അള്ളാഹ്ക്കാകണം എന്ന് പറഞ്ഞാൽ പോരാ, ലില്ലാഹി എന്നുള്ളത് മുന്നിൽ വന്നത് കൊണ്ട് അള്ളാഹ്ക്ക് മാത്രമാകണം. ആ മാത്രം എന്നുള്ള അർത്ഥം അവിടെ വന്നത് തഖ്ദീമു മാ ഹഖ്ഖുഹു അത്തഅഖീർ, പിന്നിൽ പറയേണ്ടത് മുന്നിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇഹ്തിമാമും ഹസറും മഅന വരും. അതുകൊണ്ട് ലില്ലാഹി, അള്ളാഹ്ക്കാണ്, അള്ളാഹ്ക്കാകണം എന്നല്ല, അള്ളാഹ്ക്ക് മാത്രമേ ആകാവൂ. എന്ത്? അദ്ദീൻ, നിങ്ങൾ അനുഷ്ഠിക്കുന്ന ദീന്. ആ നിങ്ങൾ അനുഷ്ഠിക്കുന്ന ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ദീനായ പോരാ, ആ ദീന് അള്ളാഹ്ക്കാക്കുമ്പോ അള്ളാഹ് അത് സ്വീകരിക്കണമെങ്കിൽ അത് ഖാലിസായ ദീനാകണം. മറ്റെന്തെങ്കിലും പങ്കുകൾ ആർക്കെങ്കിലും പകുത്തു കൊടുക്കുന്ന ദീനാകരുത്. മറ്റെന്തെങ്കിലും പങ്കങ്ങൾ, കലർപ്പുകൾ കലർന്നു ചേരുന്ന ദീനാകരുത്. ആർക്കും പകുത്തു കൊടുക്കുന്ന മറ്റുള്ളവർക്ക് അംശം കൊടുക്കുന്ന ദീനാവരുത്. മാത്രമല്ല അതിൽ പങ്കങ്ങൾ, കലർപ്പുകൾ ചേരുന്ന ദീനുമാകരുത്. ആർക്കും പകുത്തു കൊടുക്കാത്ത, പങ്കങ്ങൾ, കലർപ്പുകൾ ചേരാത്ത വിശുദ്ധമായ ദീനാകണം. ആ ദീന് അള്ളാഹ്ക്ക് ആകണമെന്നല്ല, അള്ളാഹ്ക്ക് മാത്രമാകണം. ഇത് നിങ്ങൾ അറിയുക, അറിയൂ മനുഷ്യരെ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ കാര്യം, നമ്മൾ അറിഞ്ഞ് അതിൽ ജീവിക്കേണ്ട ഏറ്റവും മഹത്തായ കാര്യം, നമ്മൾ അതിന്മേൽ നമ്മൾ മരിക്കേണ്ടതായ ആ അറിവ് ഇതാണ്. നമ്മൾ അറിയേണ്ട ആദ്യത്തെ കാര്യം, ജീവിതത്തിൽ ഉടനീളം നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യം, യാതൊന്നിന്മേൽ നമ്മൾ മരണപ്പെടേണ്ടതുണ്ടോ ആ അറിവ്, അത് ഇതാണ്. അത് അടിവരടി, ഇത് മനപ്പാടാക്കല്ലാണ്ട് എന്താ നമ്മൾ ചെയ്യാ?
ഇത് മനപ്പാടാക്കി നാവിൽ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അതുമ്മൽ തന്നെ അയിമന്ന് തെറ്റാതെ അയിമ തന്നെ നിൽക്കാൻ വേണ്ടി നമ്മൾ മുജാഹദത്ത് നടത്തല്ലാതെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ? ജീവിതത്തിൽ വേറെ എന്താ നമുക്ക് വഴിയുള്ളത്? ഇതല്ലേ നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. ഇല്ല, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം കേട്ടോ. അദ്ദീനു, ദീനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ദീനായിട്ട് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അൽ ഖാലിസ്, അതിലേതെങ്കിലും അംശങ്ങൾ ഏതെങ്കിലും പങ്കാളികൾക്ക് പകുത്തു കൊടുത്തതോ അല്ലെങ്കിൽ പങ്കാളികൾക്ക് ആർക്കും പകുത്തു കൊടുത്തിട്ടില്ല, അള്ളാഹ്ക്ക് മാത്രമാണ്. പക്ഷെ അതിൽ പങ്കങ്ങൾ റിയാ പോലെ, സുംഅത്ത് പോലെ, ദിക്ർ പോലെ, ത്വലബുദ്ദുനിയ പോലെയുള്ള പങ്കങ്ങൾ കലർന്നതോ ആകരുത്. ഖാലിസായ ദീൻ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ. എന്നാൽ ഈ അടിസ്ഥാന വിവരം, ഈ മൗലിക പ്രാധാന്യമുള്ള വിഷയം അതിൽ നിന്ന് നേർക്ക് നേരെ വ്യതിചലിച്ച്, അതിൽ നിന്ന് പച്ചയായി വ്യതിചലിച്ച് പോയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. വല്ലദീന, യാതൊരുവർ, ഇത്തഖദൂ, അവര് സ്വീകരിച്ചവരാണ്, വരിച്ചവരാണ്. ഇത്തഖദ, സ്വീകരിച്ചു. മിൻ ദൂനിഹി, അവന് പുറമെ. അള്ളാഹ്ക്ക് മാത്രാന്ന് പറഞ്ഞല്ലോ. അവിടെ മാത്രം കളഞ്ഞു കുളിച്ച കുറച്ച് ആൾക്കാരുണ്ട്, മാത്രം ഒഴിവാക്കിയ ആൾക്കാർ. അവര് സ്വീകരിച്ചു. മിൻ ദൂനിഹി, അള്ളാഹിനെ സ്വീകരിച്ചിട്ടുണ്ട്, അതിന് പുറമെ. ദൂന എന്ന് പറയുമ്പോൾ അള്ളാഹിനെ ഒഴിവാക്കണം എന്നതിന് അർത്ഥം വരുന്നില്ല കേട്ടോ. അള്ളാഹിനെ സ്വീകരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ അള്ളാഹ്ക്ക് പുറമെ, ബിസൈഡ്സ് ഹിം, അള്ളാഹ്ക്ക് പുറമെ വേറുള്ളവരെയും സ്വീകരിച്ചു. അള്ളാഹിനെ ഒഴിവാക്കി വേറുള്ളവരെ സ്വീകരിച്ചു എന്നതിന് അർത്ഥം ചിലപ്പോ നമ്മളെ എങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ചില ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകാം. അത് ഭാഷാപരമായ പരിമിതിയാണ്, പരിഭാഷയിലൂടെ വന്നു ചേരുന്നതായിട്ടുള്ള തെറ്റായ ധ്വനികളാണ്, അല്ലെങ്കിൽ തെറ്റായ സങ്കല്പങ്ങളാണ്. അറബിയിൽ മിൻ ദൂനിഹി എന്ന് പറയുമ്പോൾ അള്ളാഹിനെ ഒഴിവാക്കി വേറുള്ള ആൾക്കാരെ, വേറുള്ള ദൈവങ്ങളെ സ്വീകരിച്ചു എന്നല്ല, അള്ളാഹിനെ സ്വീകരിക്കുന്നു, റബ്ബായിട്ട് ഇലാഹായിട്ട് അള്ളാഹിനെ സ്വീകരിക്കുന്നു. അതിന് പുറമെ, അള്ളാഹിനെ സ്വീകരിക്കുന്നതോടൊപ്പം അതിന് പുറമെ വേറെ ചിലരെയും കൂടി വെക്കുന്നു. ആ വേറെ ചിലരെ വെക്കുമ്പോ അള്ളാഹിനെ പോലത്തെ അള്ളാഹാണെന്ന് കരുതുന്നില്ല, അള്ളാഹിന്റെ ഒരു പങ്കാളിയാണ്, ഒരു പാർട്ട്ണറാന്ന് കരുതുന്നില്ല, അള്ളാഹുവിന്റെ ഒരു സഹായിയാന്ന് കരുതുന്നില്ല. മറിച്ച് എന്താണ് കരുതുന്നത്? അവർ നിശ്ചയിക്കുന്നത് ഔലിയാക്കന്മാരെയാണ്. അള്ളാഹുവിന് വേണ്ടപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ടിട്ടുള്ള അവന്റെ അടുത്ത ആളുകളാണ് ഔലിയാക്കന്മാര്. അങ്ങനെയുള്ള ഔലിയാക്കന്മാരെ സ്വീകരിച്ചു. ഔലിയാക്കന്മാരെ സ്വീകരിച്ചിട്ട് അവരോട് പറഞ്ഞു, അവരെടുത്തുനിന്ന് കിട്ടാനല്ല, അവര് അള്ളഹാനോട് പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ നേടിത്തരാനാണ്. ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഔലിയാക്കന്മാരെ സ്വീകരിച്ചു വെച്ചിട്ടുള്ള ആളുകൾ അവര് പറയാ, അവരെ ന്യായം എന്താണ്? മാ നഅ്ബുദുഹും, ഞങ്ങൾ അവർക്ക് വഴിപ്പെടുന്നില്ല, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അവർ ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടിയല്ലാതെ, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, സുൽഫ, നന്നായി ഒന്ന് അടുപ്പിച്ചു തരണം. ഞങ്ങൾക്ക് അടുക്കാനുള്ള കഴിവില്ല, ഞങ്ങൾ പാപികളല്ലേ, ഞങ്ങൾ ചെയ്ത തെറ്റിന് വല്ല കയ്യും കണക്കുണ്ടോ? ഇത്രയധികം തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്തു പോയ ഞങ്ങളെ അള്ളാഹ് അടുപ്പിക്കോ? അതുകൊണ്ട് അള്ളാഹിനോട് അടുത്ത് നിൽക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട, അള്ളാഹ് സ്നേഹിക്കുന്ന അവന്റെ ഔലിയാക്കന്മാരില്ലേ, ആ ഔലിയാക്കന്മാരുടെ മറ പിടിച്ചിട്ട് നമ്മൾ പോവുക, ഓരോട് നമ്മൾ കാര്യങ്ങൾ പറയാ. അങ്ങനെയാണല്ലോ നമ്മൾ ശീലിച്ചു പോകുന്നത് ദുന്യാവിന്റെ കാര്യത്തിൽ. വാപ്പാനോട് നേരെ പറയാൻ മക്കൾക്ക് പേടിയാണ്. എന്നിട്ട് വടക്കണി പോയിട്ട് ഉമ്മാനോട് പറഞ്ഞിട്ട് ഉമ്മാനങ്ങനെ കുത്തും. അവസാനം ഉമ്മ പറയണം. ഇതല്ല രീതി. അതേമാതിരി നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഖുലഫാക്കള് ജീവിച്ചിരുന്ന കാലത്ത് ഏതൊരാൾക്കും ചെന്നിട്ട് നേരെ പറയായിരുന്നു. ഉമർ ഖത്താബ് ഹാജിബിനെ സ്വീകരിച്ചിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് ഒരു ഹാജിബിനെ, ഒരു പറാബുകാരനെ സ്വീകരിച്ചിട്ടില്ല. ആർക്കും എപ്പോഴും ചെന്ന് നേരെ പറയായിരുന്നു. ഇന്ന് എന്തിന് ഭരണാധികാരികള്, ഏഴാം കൂലികളെ നമ്മൾ കാണണമെങ്കിൽ 10 ആൾക്കാരെ, ആനയെ പേടിക്കാം. ഈ ആനപ്പിണ്ടത്തെ മുഴുവനും ചാടി കടന്നിട്ട് വേണം, അതിനെ പേടിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ എത്താൻ. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുക്കൽ എത്തണമെങ്കിൽ മൂപ്പർക്ക് സ്വീകാര്യനായ ആളുണ്ടാകും, അയാളെ പിടിച്ചിട്ട് വേണം പോകാൻ. അതില് മാത്രം ഇൽമിന്റെ കാര്യത്തിൽ പോലും ആളുകളുടെ മനോഭാവം അത്ര കേടുവന്ന് ദുഷിച്ചു പോയി. എന്തിന്? എനിക്കെന്നെ, ഞാൻ നേരെ പച്ചക്ക് പറയാണ്,
സഹിക്കണം, നിങ്ങൾ എന്നെ സഹിച്ചോളി. നമ്മൾ അനുഭവിപ്പിക്കുന്നോണ്ട് പറയാണ്. ഈ പാവപ്പെട്ട എന്നെ കാണണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചിലവരുണ്ട്, ഓരോട് പറഞ്ഞു ഓര് മുഖേന പറയാം എന്ന് കരുതുന്ന സാധുക്കൾ വരെ ഉണ്ട്. ഈ മിസ്കീനായ എന്റെ കാര്യത്തിൽ വരെ അങ്ങനത്തെ മനോഭാവം വെച്ച് പുലർത്തുന്ന ആൾക്കാരെ എനിക്കറിയാം. അവരെ ഒരു ബഹുമാനമോ അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും ഒരു സ്നേഹമോ തോന്നൂല. ആ മനോഭാവം തെറ്റാണ്. അങ്ങനെ വലിയ പാറാവുകാരും അതുപോലെ തന്നെ ഒക്കെ വെക്കുന്ന അല്ലെങ്കിൽ അത് വേണമെന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. അത് വേറെ കാര്യം. ദുന്യാവിന്റെ കാര്യത്തില് മനുഷ്യന്മാർ അങ്ങനെയൊക്കെയാണ്. ചിലപ്പോ എല്ലാ ഭരണാധികാരികൾക്ക് ഇന്നത്തെ കാലത്ത് ചിലപ്പോ ചില നിയന്ത്രണങ്ങൾക്ക് വേണ്ടി അത് ആവശ്യമുണ്ടാകും, ആവട്ടെ. പക്ഷെ ആവശ്യമില്ലാത്തവർക്കും ദീനിന്റെ കാര്യത്തിലും ഇൽമിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഉണ്ടോ? റസൂലുള്ളാഹിന്റെ അടുക്കൽ കയറി ചെല്ലാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ തടസ്സമുണ്ടായിരുന്നു? ഏതൊരു പെണ്ണും വന്നിട്ട് നേരെ ചോദിക്കല്ലേ റസൂലുള്ളാഹിന്റെ അടുക്കൽ? ഏതൊരാണും വന്നിട്ട് ചോദിക്കല്ലേ? ഏതൊരു കുട്ടിയും വന്ന് ചോദിക്കൂലേ? ഏതൊരു അടിമയും വന്ന് ചോദിക്കൂലേ? ഒരു സ്ത്രീ വന്നിട്ട് റസൂലുള്ളാഹിനോട് കാര്യം ചോദിച്ചു. ആരാന്ന് വെച്ചു? സൈനബാണെന്നാണ്. അയ്യോ സയാനിബ്. ഏത് സൈനബാ? ഇവിടെ ഒരുപാട് സൈനബുമാരില്ലേ മദീനത്ത്. ഏത് സൈനബാണ്? ഏതാ ഇപ്പം പറഞ്ഞോളൂ സൈനബ്? ഇമ്രാത്തു ഇബ്നു മസ്ഊദ്. ചെല്ലാണ്, ചോദിക്കാണ്, മടില്ലാതെ മറയില്ലാതെ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുകഴ്ത്തി. നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ ലം യംനഉഹുന്ന ഹയാഉഹുന്ന അൻ യതഫഖഹന ഫിദ്ദീൻ. ദീൻ പറഞ്ഞതാണ് ഹയാഉം ഹിഷ്മത്തും. പക്ഷേ മതപരമായ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കുന്നിടത്ത് ആ ഹയാ കാണിക്കേണ്ടതില്ല. നിങ്ങൾ നേർക്കുനേരെ ചോദിച്ചോളി. അങ്ങനെ ചോദിക്കുന്ന സ്വഭാവക്കാരാണ് അൻസാരി പെണ്ണുങ്ങൾ. അവരെത്ര നല്ല പെണ്ണുങ്ങളാണ്. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഹയാഇന്റെയും ഹിഷ്മത്തിന്റെയും രൂപങ്ങളാണ്, ആൾ രൂപങ്ങളാണ് അവര്. പക്ഷെ ദീനിന്റെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ചോദിക്കണമെങ്കിൽ ഒരു മറിയില്ല, നേർക്ക് നേരെ അങ്ങ് ചോദിക്കും. അതാണ് നബി ഇഷ്ടപ്പെട്ടത്. ഇന്നിപ്പോ നിങ്ങൾക്ക് അറിയപ്പെട്ട ഒരു ആലിമിനെ കാണണമെങ്കിൽ ഒരു രക്ഷയില്ല, കാണൂല, കഴിയൂലെന്ന്. ഇനി അറിയപ്പെട്ടതല്ല ഒരു സാധാരണ മനുഷ്യനോടും നിങ്ങൾ അതേ ആലിമൊന്നുമല്ല, ഒരു സാധാ മനുഷ്യനാണ്, നിങ്ങളെക്കാൾ എന്തെങ്കിലും ഒന്ന് തിരിയേർക്കും. അങ്ങനെയുള്ള ഒരു മിസ്കിനായ മനുഷ്യനെ കാണണമെങ്കിലും ഇതേ മനോഭാവം വെച്ച് പുലർത്തേണ്ട കാര്യമുണ്ടോ? നേർക്ക് നേരെ ചോദിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, എന്നെ പറ്റി പറഞ്ഞു, അയാളവിടെ ഉണ്ടല്ലോ, നിങ്ങളെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അയാളോട് ചോദിച്ചൂടെ? അയാള് നമ്മളെ സ്വീകരിക്കൂല. അങ്ങനെ സ്വീകരിക്കൂല എന്നൊരു മനോഭാവം ആളുകളുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേർക്കുനേരെ വന്ന ഒരാളെ സ്വീകരിക്കാതിരിക്കാൻ ഒരു ദീൻ അറിയുന്ന ഒരാൾക്ക് പറ്റൂല. അയാൾ ചെയ്യേണ്ടത് അതാണ്. പക്ഷെ ഹക്കറിയാനല്ലാതെ നമ്മളെ കറക്കാൻ വേണ്ടിയിട്ട്, വർത്താനം പറയാൻ വേണ്ടിയിട്ട്, തർക്കിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അതിന് സമയമല്ല. അത് ഒരു ആദ്യത്തെ 2 വർത്താനത്തിൽ തന്നെ നമുക്ക് തിരിയല്ലോ എന്താണ് ലക്ഷ്യം. തർക്കിക്കാനാണ്, അതിന് മനെ സമയമല്ല. ഇത് വേറെ ഈ തൂക്കത്തിലും വലുപ്പത്തിലും മറ്റൊരാളെ പിടിച്ചോ, നമ്മൾ ആ തർക്കത്തിന്റെ വഴി വിട്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് എന്ന് പറയും. അത് സത്യമാണ്. അത് ആ രീതി തെറ്റാകുമ്പോ നമുക്ക് ആ രീതി പിന്തുടരാൻ പറ്റുന്ന രീതിയല്ല. അല്ലാത്ത ഒരാൾ നേരെ ചോദിക്കല്ലാണ്ട് വേറൊരാളെ ചോദിക്കുക എന്ന് പറയുന്നത് ഇത് തെറ്റായൊരു മനോഭാവം മനുഷ്യർ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഏതാണെങ്കിലും നോക്കൂ, ഇത് അള്ളാന്റെ കാര്യത്തിൽ അള്ളാന്റെ അടുക്കലേക്ക് നമുക്ക് നേരെ അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഔലിയാക്കന്മാരെ പിടിക്കുക, ഔലിയാക്കന്മാരോട് പറയാ, അവരുടെ മുന്നിൽ നമ്മൾ വണക്കം കാണിക്കുക, അവർക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യുക. അവരുടെ മുന്നിൽ വണക്കം കാണിച്ചു ഇബാദത്ത് ചെയ്തു. നമ്മൾ അവരെന്തെങ്കിലും ചെയ്തു തരും എന്ന് വിചാരിച്ചിട്ടല്ല, അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, അവരെന്തെങ്കിലും ഉടമപ്പെടുത്തുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. അവരാകെ നമുക്ക് ചെയ്യേണ്ട ഗുണം യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഔലിയാക്കന്മാരെ സ്വീകരിച്ചിട്ടുള്ള ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളുടെ രീതി, അവരുടെ മനോഭാവം. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, നിശ്ചയമായും അള്ളാഹു അവർക്കിടയിൽ വിധിക്കും കേട്ടോ. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, ഇന്നവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന, സത്യത്തിൽ നിന്നവർ ഭിന്നിച്ച് വ്യതിചലിച്ചു പോയിട്ടുള്ള ഈ വിഷയത്തിൽ, ഈ നിലപാടിൽ, ഈ മനോഭാവത്തിൽ, ഈ നടപടിക്രമങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനമെടുക്കും കേട്ടോ. ചെറുതല്ല വിഷയം. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കള്ളം പറയുന്ന, സത്യത്തെ നിഷേധിക്കുന്ന ഒരുത്തനെയും അള്ളാഹു നേർവഴി കാണിക്കൂല. അള്ളാഹ് നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ
കെദിബിന് പകരം സിദ്ഖ് വേണം, കുഫറിന് പകരം ഈമാൻ വേണം. വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് വേണം, സത്യസന്ധമായ ജീവിതവും നിലപാടും വേണം. അങ്ങനെയുള്ളവനെ ഹിദായത്തിന്റെ വഴിയിലേക്ക് അള്ളാഹു ചേർക്കുള്ളൂ. വല്ലാത്ത വാക്കുകളാണ്. ഈ ആയത്ത് നിങ്ങൾ മനപ്പാടാക്കിയേ പറ്റുള്ളൂ. ഒരു ദിവസം രണ്ടായത്തിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ എഴുതി പോക്കറ്റിലിട്ടിട്ട് ഉക്കിട്ടിട്ട് ഒഴിവില് അങ്ങനെ ചൊല്ലി ഒരു 15 തവണയെങ്കിലും ചെല്ലുമ്പോ, ശരിക്കും 3 തവണ ചെല്ലിയാൽ തന്നെ മനപ്പാടാവും. നമുക്കിടെ മെമ്മറൈസിങ് കപ്പാസിറ്റി അതെന്താന്ന് ചോദിച്ചാൽ തുരുമ്പിടിച്ച് കിടക്കുകയാണ്. അത് നിങ്ങളൊന്ന് കടഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ 3, 4 അല്ലെങ്കിൽ 5 തവണ ചൊല്ലുമ്പോൾ അത് മനപ്പാടാവും. പിന്നെ ആ മനപ്പാടായ രണ്ടായത്ത് നിസ്കാരത്തില് നിങ്ങളങ്ങനെ ഓതി, പുതിയത് മനപ്പാടാക്കണം. അങ്ങനെ ഓതി അത് ഉറപ്പിക്ക്. ഇതിലെ ഓരോ വാക്കും അത് എന്താ പറയാ, ഓരോ വാക്കും ഒരു 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 മല പോലത്തെ അത്രയും സഖീലായ വാക്കുകളാണ്. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അതാണ് ആദ്യത്തെ ഇൽമ്, അതാണ് ഏറ്റവും വലിയ ഇൽമ്, അതാണ് ജീവിതത്തിലുടനീളം നമ്മൾ അനുവർത്തിക്കേണ്ട, പിന്തുടരേണ്ട ഇൽമ്. അതിലാണ്, ആ ഇൽമിലാണ് നമ്മൾ അവസാനം അള്ളാഹനെ കണ്ടുമുട്ടേണ്ടത്, നമ്മൾ മരിക്കേണ്ടത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ. ആ ഇൽമ് മറികടന്നുകൊണ്ട് ഔലിയാക്കന്മാരെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ന്യായം കേൾക്കണം, അവരുടെ മനോനില കേൾക്കണോ നിങ്ങൾക്ക്? അവരുടെ വാദം മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, അവർക്ക് ഞങ്ങൾ വഴങ്ങുന്നുള്ളൂ. അതിനെന്താ തെറ്റ്? ഞങ്ങൾ അവരെ റബ്ബായി സ്വീകരിച്ചോ? അവരെ ഞങ്ങൾ ഇലാഹാക്കിയോ? ഒരു ആക്കലുകാരുണ്ടല്ലോ അവിടെ, ഇലാഹാക്കല് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അവരെന്തായാലും ഉടമപ്പെടുത്തുന്നുണ്ടെന്ന് ഞങ്ങൾ കരുതിയോ? ഇല്ലല്ലോ. അവര് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചേര് മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് അള്ളാഹിന്റെ ഭീഷണി. അടുത്തത് അള്ളാഹുവിന്റെ തെഹദീദാണ്. ഇതിനേക്കാൾ മാ ബഅദഹു തെഹദീദ്, അയ്യമാ തെഹദീദ്, എന്തുമാത്രം വലിയ താക്കീതാണത്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും. അള്ളാഹു തീരുമാനമെടുക്കും കേട്ടോ അവർക്കിടയിൽ. ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. ഏതൊരു കാര്യത്തിൽ അവർ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയോ, വ്യതിചലിച്ചു പോയോ, അള്ളാഹിനോട് നേർക്കുനേരെ അവരോട് മാത്രം ചോദിക്കേണ്ടതിന് പകരം ഇടയാളന്മാരെ വെച്ച്, മധ്യസ്ഥന്മാരെ വെച്ച് അവരോട് ചോദിച്ചു പോയ ആളുകൾ, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആ വിഷയത്തിൽ അള്ളാഹ് തീരുമാനമെടുക്കും കേട്ടോ. ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫ്ഫാർ. അതിൽ അവന്റെ തീരുമാനം, അവന്റെ നീതിയുക്തമായ തീരുമാനം അതെന്താണ്? അങ്ങനെയുള്ള സിദ്ഖില്ലാത്ത കള്ളന്മാരായ ആളുകൾ, വിശ്വാസമില്ലാത്ത, വിശ്വാസരാഹിത്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുഫാറുകൾ, അവരെ അള്ളാഹ് ഈ ദുനിയാവിൽ ഹിദായത്തുക്ക് കൊണ്ടുവരൂല. പരലോകത്തിൽ അള്ളാഹു അവർക്കൊരു അമ്നും അമാനും കൊടുക്കില്ല. അവന്റെ സ്വർഗത്തിൽ നിന്ന് അകറ്റി അവന്റെ നരകത്തിൽ കൊണ്ടുപോയി കഴിക്കും എന്ന ഏറ്റവും കടുത്ത താക്കീതാണ്. സമയം വൈകി. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ചർച്ച ചെയ്തിട്ട് ക്ലാസ് റമദാൻ പ്രമാണിച്ചിട്ട് എണ്ണം കൂട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.